ഓ മൈ ഗുഡ്നസ്, ഡെസേർട്ട് സഫാരി. ഗൈസ്, ഖത്തറിൽ വന്നിട്ട് 3 വർഷമായി. ആദ്യമായിട്ടാണ് ഞാൻ ഡെസേർട്ട് സഫാരി പോകാൻ പോകുന്നത്. അതും എൻ്റെ ഫാമിലിയോടൊപ്പം. വളരെ ഹാപ്പിയാണ്. അപ്പം ഞാൻ അത്രയും എക്സൈറ്റ്മെൻറ്റിലാണ്. ഞങ്ങളിതാ രാവിലെ ഒരു 8 മണിയായപ്പം ഇറങ്ങിയിട്ടുണ്ട്. കാറ് വന്നിട്ടുണ്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പോകുന്നത് ലാൻഡ് ക്രൂസറിലാണ്. ഞാൻ ഡെസേർട്ടിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഡെസേർട്ടിൽ പോയിട്ടുണ്ട്, സീ ലൈൻ ബീച്ചിൽ അവിടെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ സീ ലൈൻ ബീച്ചിൻ്റെ അവിടെയുള്ള ഡെസേർട്ട് സഫാരി കണ്ടിട്ടുണ്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഭാഗ്യം ഇന്നാണ് കിട്ടിയത്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ എല്ലാവരും ഉറക്കത്തിലാണ്. കാരണം ഉറക്കമൊക്കെ എഴുന്നേറ്റ് നേരത്തെ പോകുന്നതാണ്. 7 മണി പറഞ്ഞതാണ്. പിന്നെ ഞങ്ങൾ ബേബി ഉള്ളത് കാരണം 8 മണി ആക്കിയതാണ്. അങ്ങനെ കാറിൽ ഇവിടെ എത്തിയിട്ടുണ്ട് സീ ലൈൻ ബീച്ചിൽ. അൽക്കോറിയിൽ നിന്ന് വരുമ്പം കുറച്ചധികം ട്രാവൽ ചെയ്യണം. ഒരു 1.5 മണിക്കൂറൊക്കെ നമ്മൾ ട്രാവൽ ചെയ്ത് വരേണ്ടി വന്നു. അതുകൊണ്ട് നല്ല ഉറങ്ങിയൊക്കെ എഴുന്നേറ്റാണ് വന്നത് കാറിൽ ഇരുന്നതിന്. അപ്പോൾ ആദ്യം തന്നെ ഡ്രൈവർ കൊണ്ട് നിർത്തിയത് ഇവിടെ അൽറീമിലാണ്. ഇവിടെ വന്നപ്പോഴോ ഇഷ്ടം പോലെ ക്വാഡ് ബൈക്കും ബഗ്ഗിയും അല്ലാ കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളുന്നു. കാരണം എനിക്ക് ഓടിക്കാൻ തോന്നിയിട്ടില്ല. ഞാനാണെങ്കിൽ ക്വാഡ് ബൈക്ക് ലാസ്റ്റ് ഓടിച്ചത് ജോർജിയ പോയപ്പോഴാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ക്വാഡ് ബൈക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട്. അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ഓടിച്ചത്. ഇത് നമ്മളിവിടെ മണ്ണിൽ ഓടിക്കുമ്പോൾ അത് വേറൊരു എക്സ്പീരിയൻസ്. അപ്പം ഇവിടെ വന്ന് നമുക്കൊരു ബ്രേക്ക് തന്നിരിക്കുകയാണ്. ഇവിടെ വാഷ്റൂം ഒക്കെ ഉണ്ട്. അപ്പോൾ വാഷ്റൂമിലൊക്കെ പോയി പിന്നെ അവിടെ നിന്ന് നമ്മൾ ടീയൊക്കെ കുടിച്ചിട്ട് എംബ്രൂനെ ഓടിക്കാൻ പറ്റൂലല്ലോ. ഓടിക്കാൻ പറ്റുന്നെങ്കിൽ അവൻ ഓടിച്ചേനെ. അപ്പോൾ ഗൈസ് അവനെ ഇരുത്തി കുറച്ച് നേരം ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ ബഗ്ഗി എടുത്തിട്ട് നമ്മൾ ബഗ്ഗി എടുത്തിട്ടില്ല. അപ്പോൾ അതിലിരുന്ന് കുറച്ച് ഷോ കാണിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഫോട്ടോയെങ്കിലും അറ്റ്ലീസ്റ്റ് എടുക്കാമല്ലോ ഓടിച്ചില്ലെങ്കിൽ. അപ്പോൾ ഗൈസ് നമ്മളെടുത്ത ക്വാഡ് ബൈക്ക് ഇതാണ് കേട്ടോ. വലുതുണ്ട് ചെറുതുണ്ട്. വലുതാണെങ്കിൽ 150 റിയാലാണ്. ഇത് 100 റിയാലാണ്. അരമണിക്കൂർ നമുക്ക് ഓടിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നേ എടുത്തിട്ടുള്ളൂ. കാരണം കുറച്ച് ഓടിച്ചിട്ടുള്ള കുറച്ച് വർഷമായല്ലോ ഓടിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൈ തെളിയണ്ടേ. നമുക്ക് തൽക്കാലം ഒന്ന് മതി. കാരണം നമ്മളിപ്പം ഡെസേർട്ട് സഫാരിക്ക് വന്നതാണ്. അപ്പം ഇത് ഓടിക്കാനുള്ള ടൈമില്ല. ഇനി നമ്മൾ ഒരു ദിവസം നോക്കിക്കോ സീ ലൈൻ ബീച്ചിലൊക്കെ വരും. ഒരു വരവും കൂടെ വരണം. അപ്പം നമ്മൾ എന്തായാലും ക്വാഡ് ബൈക്ക് എടുത്ത് കുറേ നേരം ഓടിക്കണം. അപ്പോൾ ആദ്യം തന്നെ ഹസ്ബൻഡിന് അവർ പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് ഓടിക്കേണ്ടത്. വല്ല സ്കൂട്ടറൊക്കെ ഓടിക്കുന്നവർക്ക് ബൈക്കൊക്കെ ഓടിക്കുന്നവർക്ക് എളുപ്പം തന്നെയാണ്. വലിയ വിഷയമൊന്നുമല്ല. നമ്മൾ സ്കൂട്ടർ ഓടിക്കുന്ന പോലെ തന്നെ ആക്സിലേറ്ററും ബ്രേക്കും അതൊക്കെ തന്നെ, പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ല. അപ്പോൾ ഹസ്ബൻഡ് ആദ്യം തന്നെ ഓടിച്ചു. പിന്നെ നമ്മുടെ റൈഡർ ഓടിക്കാൻ പോകണേ. ഹെൽമെറ്റ് വെക്കാനുള്ള കഷ്ടപ്പാടേ ഉള്ളൂ. ഹെൽമെറ്റ് വച്ച് കഴിഞ്ഞ് ക്വാഡ് ബൈക്കിൽ കയറിയപ്പം പിന്നെ എനിക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. ഒരു കാറ്റ് പോകണ പോലെ ഷൂ എന്നൊരു സൗണ്ട് മാത്രമേ ഞാൻ കേട്ടോളൂ. ഗാലക്സി റൈഡർ പോകുന്നുണ്ട് പറന്ന്. അപ്പോൾ വാപ്പയാണ് ഫുള്ളും എൻജോയ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ വാപ്പക്ക് ഓടിക്കാൻ ഭയങ്കര എളുപ്പം ഈസിയായിരുന്നു. എനിക്കും സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ സ്കൂട്ടർ ഓടിച്ചിട്ട് കുറേ ആയി. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ട്രബിൾ നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ കൈയൊക്കെ കാണിക്കണുണ്ട്. ഇനിയിപ്പം വേറെ എങ്ങോട്ടും പോവണ്ട. പോയ സ്പീഡ് അങ്ങനെയായിരുന്നു. തിരിച്ച് നമ്മളടുത്ത് തന്നെ വരണമല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ കൈയൊക്കെ കാണിച്ച് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഥാനായിക ഞാൻ തന്നെ ഞാനത് ഓടിക്കാൻ വേണ്ടി പോവുകയാണ്. എംബ്രൂന് അവൻ്റെ വാപ്പ പോയപ്പോൾ അവനെ കൊണ്ടുപോയില്ല എന്ന് അവൻ അവിടെ വളം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് വാപ്പ പറഞ്ഞു തന്നിട്ട് ഞാൻ ഓടിച്ചപ്പോൾ എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, എനിക്ക് ഹാൻഡിൽ കുറച്ച് ഹെവി ആയിട്ട് തോന്നി. അപ്പം നമുക്ക് അതുപോലെ ഇത് സത്യം പറഞ്ഞാൽ ഇത് മണ്ണിലാണ്. നമുക്ക് 4 ടയറുണ്ട്, വീഴൊന്നുമില്ല. പക്ഷേ എനിക്കൊരു പേടിയെന്ന് വെച്ചാൽ ചരിഞ്ഞ് പോകണമല്ലോ എനിക്ക് തോന്നും. അതാ മണ്ണങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് ഒരു നേക്ക് കിട്ടിയപ്പോൾ പറപ്പിച്ച് വിടുവാപ്പ എന്നായിരുന്നു ഞാൻ. നല്ല സ്പീഡിൽ പോയി. പിന്നെ ഹസ്ബൻഡ് കൂടെ ഓടി വന്നൊക്കെയാണ് വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ. നമുക്ക് ആ ഒരു നേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ ഞാൻ പൊതുവേ ഡ്രൈവിങ്ങിലൊക്കെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് വീക്കാണ്. പിന്നെ നമ്മളങ്ങോട്ട് പൊളി ആണ്. ആ ഒരു നേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവലാണ്. പിന്നെ നമ്മൾ സ്കൂട്ടറൊക്കെ ഓടിക്കുന്നത് കാരണം അത്ര വലിയ വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ കുറച്ച് നേരം ഞാനും കൂടെ ഓടിച്ചു. പിന്നെ വാപ്പാക്ക് തന്നെ കൊടുത്തു കേട്ടോ ഓടിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞങ്ങളിതിന് മുന്നേ നമ്മൾ രണ്ടുപേരും ഓടിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം വാപ്പ എൻജോയ് ചെയ്യട്ടെ എന്നും പറഞ്ഞ് വാപ്പാക്കാണ് കൊടുത്തത്. അങ്ങനെ വാപ്പ നല്ല പറത്തി വിടലായിരുന്നു. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഈ ഡ്രൈവിങ്ങും ക്വാഡ് ബൈക്ക് ഓടിച്ച് കഴിഞ്ഞിട്ട് ശേഷം നേരെ അടുത്ത് നമ്മൾ ഡെസേർട്ട് സഫാരിക്കാണ് പോകുന്നത്. നമുക്ക് 2 മണിക്കൂറാണ്. ഇതിൻ്റെ അകത്തൊരു ഇൻലാൻഡ് സീ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് മെയിൻ നമുക്ക് കാണാനുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഇൻലാൻഡ് സീ ആണ് സൂപ്പർ. പിന്നെ നമുക്ക് 4 വീലറാണ് വേണ്ടത് ഡെസേർട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പോയ കാർ ലാൻഡ് ക്രൂസറായിരുന്നു കേട്ടോ.
ലാൻഡ് ക്രൂസറിലാണ് ഇവിടെ മിക്കവരും ഡെസേർട്ട് സഫാരി പോകുന്നത്. നല്ല ബെസ്റ്റ് കാറാണ് ഡെസേർട്ട് സഫാരിക്ക് പറ്റിയ, അത് ലാൻഡ് ക്രൂസർ തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയപ്പം ഇത്രയ്ക്ക് അടിപൊളിയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അങ്ങനെ പിന്നെ വേറൊരു കാര്യം, നമ്മൾ ആദ്യം നമ്മൾ ചോദിക്കും കേട്ടോ, സ്പീഡ് വേണോ വേണ്ടേ എന്നുള്ളതൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ ബേബി ഉള്ളത് കാരണം വേണ്ട, കുറച്ച് സ്ലോ. പക്ഷേ സ്ലോ ആയിട്ട് പോകാൻ പറ്റില്ല കേട്ടോ. സ്ലോ ആയിട്ട് പോയാൽ വണ്ടി അവിടെ കുഴിഞ്ഞു പോകും, ടയർ പതിഞ്ഞു പോകും. പിന്നെ പോകുന്നതിന് മുന്നേ അവർ ടയറിൻ്റെ കാറ്റ് ഊരി വിടും കേട്ടോ. എന്നാൽ മാത്രമേ അവർക്ക് അതിൽ ഡെസേർട്ട് സഫാരിയിൽ പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോൾ കാറ്റ് വീണ്ടും നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കേട്ടോ. അതിനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ പോയപ്പം ഡ്യൂൺ ബാഷിംഗ് ഉണ്ടല്ലോ. അപ്പോൾ ഡ്യൂൺ ബാഷിങ്ങിൽ ഒരേ ഒരു വട്ടം മാത്രമേ പോയുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ബേബി ഉള്ളവർ, കിഡ്സിനെയൊക്കെ കൊണ്ടുപോകുന്നവർ, കുഞ്ഞുങ്ങളൊക്കെ പേടിക്കാതിരിക്കാനും അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബേബി ഫ്രണ്ട്ലി റൈഡ് തന്നെ ചൂസ് ചെയ്യണം. അപ്പം നമ്മളൊരു ബേബി ഫ്രണ്ട്ലി റൈഡ് ചൂസ് ചെയ്തു. മീഡിയം, അങ്ങനെ വലിയ ഫാസ്റ്റും വേണ്ട വലിയ സ്ലോവും വേണ്ട എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത്. കാരണം നല്ല സ്ലോയിൽ ഓടിക്കാൻ പറ്റില്ല, ഞാൻ പറഞ്ഞില്ല. ഇവിടെ ക്യാമൽ റൈഡിങ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഡെസേർട്ട് സഫാരിക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ ക്യാമൽ റൈഡിങ് ഉണ്ട്. അതൊന്നും നമ്മൾ പോയില്ല, കാരണം നമുക്ക് അതിനുള്ള ടൈമില്ല. നമ്മളിനി വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ക്യാമൽ റൈഡിങ് ഒക്കെ അങ്ങനെ പോകാൻ പറ്റും, നമ്മൾ സെപ്പറേറ്റ് വരുമ്പോൾ. ഇപ്പോൾ ഏജൻ്റായിട്ട് വന്നത് കാരണമാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിത് ഡെസേർട്ട് സഫാരി തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു, കാരണം ഫുള്ളും ഇങ്ങനെ കുലുക്കുമായിരുന്നല്ലോ. അപ്പോൾ കഷ്ടപ്പെട്ട് വാപ്പയുടെ ഫ്രണ്ട് ഇരുന്നു. അവിടെ ഞാൻ വാപ്പാടെ കൊടുത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി. എനിക്ക് മിഡിലിരുന്ന് എടുക്കാൻ പറ്റില്ല, ഫോണിൽ ചില സമയം ഇങ്ങനെ താഴോട്ട് വീഴുന്നുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പം നിങ്ങൾ ഡെസേർട്ട് സഫാരിയൊക്കെ ഒരു വട്ടമെങ്കിലും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം എന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വ്ളോഗ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഒരു കോമൻറ്റും കൂടി ചെയ്തേക്കും. നിങ്ങൾ ഡെസേർട്ട് സഫാരി പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയണം. എവിടെയാണ്, ഏത് ഗൾഫ് കൺട്രിയിൽ പോയിട്ടാണ് പോയതെന്നും പറയണം കേട്ടോ, കോമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ ഡ്യൂൺ ബാഷിങ് ഞാൻ ഒരു വട്ടം മാത്രമേ ഡ്യൂൺ ബാഷിങ് പോയുള്ളൂ. അപ്പോഴത്തേക്കും അത് എനിക്ക് അത്ര ഇതായിട്ട് തോന്നില്ല. കുറച്ച് പിന്നെ അതിൽ ഡ്യൂൺ ബാഷിങ്ങിൽ അവർക്ക് സ്ലോ ആയിട്ട് ഒട്ടും പോകാൻ പറ്റില്ല. ഇതാണ് ഡ്യൂൺ ബാഷിങ് കേട്ടോ. ഇങ്ങനെ പൊങ്ങിയിരിക്കും സ്ഥലം. നിങ്ങൾക്ക് ആ മണ്ണ് കണ്ടാൽ തന്നെ മനസ്സിലാവും, അതിൻ്റെ പുറത്തൂടെയാണ് പോകുന്നത്. പിന്നെ ബേബീസിന് ബേബി ഫ്രണ്ട്ലി അല്ല ഡ്യൂൺ ബാഷിങ്, അതുകൊണ്ട് മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മൾ കുറച്ച് സ്ലോയിൽ പോകാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ബേബി ഫ്രണ്ട്ലി ആയത് കാരണം എംബ്രൂനും കുഴപ്പമൊന്നുമില്ലായിരുന്നു, അവനും എൻജോയ് ചെയ്തു നല്ലപോലെ. പിന്നെ നമ്മൾ ഇൻലാൻഡ് സീയിൽ അവിടെ നിർത്തുമ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ, വീഡിയോ എടുക്കാം. നല്ല രസമുണ്ട് ആ വ്യൂ കാണാൻ വേണ്ടി. ആ ഇൻലാൻഡ് സീ എന്ന് പറയുന്നത് ആക്ച്വലി സൗദി അറേബ്യയുടെ നമുക്ക് ആ ഒരു ബോർഡർ അതിൻ്റെ ഏകദേശം അടുത്തായിട്ട് വരും കേട്ടോ. അപ്പോൾ സൗദി അറേബ്യയുടെ ആ ഒരു ബോർഡർ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ റീക്കാണെങ്കിൽ ഇതിന് മുന്നും ഡെസേർട്ട് സഫാരിയൊക്കെ പോയിട്ടുണ്ട്, എന്നെ കൊണ്ടുപോയിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ്. ഞാൻ എപ്പോഴും പറയാം ഡെസേർട്ട് സഫാരി പോവാമെന്നും പറഞ്ഞ് നമ്മൾ പോയിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ഫാമിലിയൊക്കെ വന്നപ്പം റീക്ക എന്നെ പറഞ്ഞു നമുക്ക് എന്നാൽ ഡെസേർട്ട് സഫാരി പോവാം. അങ്ങനെ ഞാനും ഉമ്മായും കൂടെ കോമഡി ആയിരുന്നു സത്യം പറഞ്ഞു. കുലുങ്ങി പോകും. ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഫോൺ വാങ്ങിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഫോണും താഴെ പോകുന്നു. അങ്ങനെ ഭയങ്കര കോമഡി ആയിരുന്നു, ചിരിച്ച് മരിച്ചെന്ന് വേണം പറയാൻ. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഡെസേർട്ട് സഫാരിയൊക്കെ കഴിഞ്ഞ് ഇനി വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഇതാണ് ഇൻലാൻഡ് സീ കണ്ടില്ലേ? ഞാൻ വീഡിയോ എടുക്കാൻ കേട്ടോ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി, എൻ്റെ കൈ കണ്ടില്ലേ? എടുക്കാൻ ഭയങ്കര പാടായിരുന്നു. വീഡിയോ എടുക്കാൻ കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ്, കുലുങ്ങി പോകുന്നത് കാരണം. ഒരുപാട് കാറൊക്കെ ഉണ്ട് കേട്ടോ, വേറെയും കാറുകളൊക്കെ എല്ലാവരും ഡെസേർട്ട് സഫാരി ചെയ്യും. പിന്നെ ഇപ്പോൾ വിൻ്ററൊക്കെ ആയത് കാരണം എല്ലാവരും ഇതിനൊക്കെ ഇറങ്ങും. പിന്നെ ടൂറിസ്റ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ക്വാഡ് ബൈക്ക് ഓടിക്കുന്ന സമയം ഒരുപാട് ടൂറിസ്റ്റുകളുണ്ടായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും വന്ന് ഇപ്പോൾ വിൻ്റർ ടൈം ആകുമ്പം ടൂറിസ്റ്റൊക്കെ ഇവിടെ ഖത്തറിൽ കൂടുതലാണ്. ഒരുപാട് ഈവൻറ്റ്സ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാവരും ടൂറിസ്റ്റ് ഖത്തറിലോട്ട് വരും. ഫാമിലീസിന് ഇവിടെ ഉള്ള റെസിഡൻസ് തന്നെ ഫാമിലീസിനെയൊക്കെ കൊണ്ടുവരും. ഇപ്പം നമ്മൾ കൊണ്ടുവന്ന പോലെ ഗൈസ്. അപ്പോൾ നമ്മളിതാ ഇൻലാൻഡ് സീ എത്തിയിട്ടുണ്ട്. ഇവിടെ കാറ് നിർത്തിയിരിക്കുകയാണ്. കുറച്ച് നേരം ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോയൊക്കെ നമ്മളെടുത്തു, വീഡിയോ ഒക്കെ എടുത്തു. ഞാനാണെങ്കിൽ എമ്രൂനെ കൊണ്ട് ഇവിടെ കൂടെ നടന്ന് എമ്രൂനെ വെച്ച് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും എമ്രൂവും കൂടെ വീഡിയോസൊക്കെ എടുത്തേട്ടാ. എമ്രു ഭയങ്കര ഹാപ്പി ഇവിടെ ഇറങ്ങിയപ്പോൾ. ഇവൻ സത്യം പറഞ്ഞാൽ ഇവന് 3 മാസം ഉണ്ടായിരുന്നപ്പോഴാണ് ഞങ്ങൾ ലാസ്റ്റ് ഞാനും ഉമ്മായും പിന്നെ ഇവനെ നോക്കുന്ന മാമിയും കൂടെ ഇവിടെ സീലൈൻ ബീച്ചിലോട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഈ ഡെസേർട്ടിൽ ചുമ്മാ നമ്മളിങ്ങനെ നടന്ന് കയറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൻ കുറച്ചും കൂടെ ബേബിയല്ല, അവൻ അറിഞ്ഞൂടല്ലോ. ഇപ്പോൾ അവനെല്ലാം കാണാനൊക്കെ പറ്റുന്ന കാരണം അവൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ എടുത്തു പൊക്കിയപ്പോൾ ഭയങ്കര ചിരിയും സന്തോഷം അവന്. ഞാനാണെങ്കിൽ ഇന്ന് ഷൂ ഇട്ടില്ല. ഹസ്ബൻഡ് പറഞ്ഞ് ഷൂ ഇടണ്ട, ഇന്ന് സാധാ ചപ്പൽ ഇട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് സാധാ ചെരുപ്പിട്ടിട്ടാണ് വന്നത്. എനിക്ക് ഷൂ ഇടുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് നടക്കാൻ പറ്റും, മണ്ണില്ലേ കുറച്ചും കൂടെ ഗ്രിപ്പ് കിട്ടും.
അങ്ങനെ ഗൈസ് നമ്മുടെ ഡെസേർട്ട് സഫാരിയൊക്കെ കഴിഞ്ഞ് ഇതിപ്പം എയർ പിന്നെ തിരിച്ചടിക്കാൻ വേണ്ടി വന്നതാണ് ടയറിൽ. അങ്ങനെ എമ്മൂറ് നല്ല ഉറക്കമാണ്. അപ്പോൾ എല്ലാവരും എന്താണ് രാവിലെ ഇറങ്ങിയതാണ്, ഒരു 3-4 മണിക്കൂറായി ട്രാവൽ തന്നെയാണ്. ഇനി തിരിച്ച് അൽക്കോറിലോട്ട് പോകണമല്ലോ, അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് നമുക്ക് എല്ലാവർക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ.